തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ്, അത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം, ഈ രണ്ട് സാധനമാണ് ശരിക്കും ലീഡർഷിപ്പ്. പലപ്പോഴും ഇത് നമ്മൾക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇത് രണ്ടും ചെയ്യാൻ പറ്റാതെ നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട് അല്ലെ. ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ, വളരെ കംഫർട്ടബിൾ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യും, തീരുമാനങ്ങളൊക്കെ എടുക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യും. ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ ആക്ഷൻസ് എടുക്കാതെ നമ്മൾ സ്റ്റക്കാവും. അവിടെയാണ് ഒരു ലീഡർ എഴുന്നേക്കേണ്ടത്. എല്ലാം കംഫർട്ടബിൾ ആവുമ്പോൾ ലീഡർഷിപ്പ് ഇല്ല. ടർബുലൻസ് ഉണ്ടാവുമ്പോഴാണ് ലീഡർഷിപ്പ് ഉണ്ടാവുന്നത് അല്ലെ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരി ഉണ്ടായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ടായി മാറുന്നത് എപ്പോഴാ? ആ രാജ്യം ഒരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴാണ് അവിടെ ഒരു നേതാവ് ഉണ്ടായി വരുന്നത് അല്ലെ. മഹാത്മാഗാന്ധിജി എന്ന ഒരു വ്യക്തി എപ്പോഴാണ് ഉണ്ടായത്? ബ്രിട്ടീഷുകാർ വന്ന് സ്വാതന്ത്ര്യം എടുത്തു മാറ്റിയപ്പോഴാണ് ആ നേതാവ് അവിടെ ഉണ്ടായത്. മദർ തെരേസ എന്നൊരു നേതാവിനെ ഉണ്ടാക്കിയത് എങ്ങനെയാ? ഇന്ത്യയിലെ തെരുവുകളിൽ ഒരുപാട് പട്ടിണി കിടക്കുന്ന കുട്ടികളുണ്ടെന്നും അസുഖബാധിതരായ കുറെ മനുഷ്യരുണ്ടായി എന്നൊരു വീഴ്ച വന്നപ്പോഴാണ് അവിടെ ഒരു നേതാവ് ഉണ്ടായത് അല്ലെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി എങ്ങനെ ഉണ്ടായത്? ഒരു കുത്തഴിഞ്ഞ സമൂഹത്തിലാണ് അദ്ദേഹത്തെ ഡിപ്ലോയ് ചെയ്തത്. അത്